തനിനിറം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെ തുടക്കം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപനം നടത്തി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനു വേണ്ടി ഗൂഢനീക്കം നടക്കുന്നതായി വി ശിവൻകുട്ടി. സിലബസ് കാലഹരണപ്പെട്ടതാണെന്നും അടിമുടി മാറ്റണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരവും വസ്തുതാവിരുദ്ധമാണെന്ന് മുൻ മന്ത്രി. നിർത്തിയിട്ട ഇരുചക്രവാഹനത്തിൽ പിക്കപ്പ് വാൻ ഇടിച്ചുകയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ കുറ്റ്യാട്ടൂർ പാവന്നൂർ കടവ് പള്ളിക്ക് സമീപമാണ് അപകടം. കരിങ്കൽ ക്വാറിക്കുളത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. തൃശൂർ വടക്കാഞ്ചേരിയിൽ പഴയ കരിങ്കൽ ക്വാറിയിലാണ് പ്രദേശവാസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജനവാസ മേഖലയിലെ പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചെടുത്ത് റോഡിലൂടെ നടന്നു നീങ്ങി കാട്ടാന. നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പുറത്ത്. കാട്ടാന ശല്യത്തിൽ ദുരിതത്തിലായി വയനാട് പുൽപ്പള്ളി നിവാസികൾ. വാർത്തകൾ വിശദമായി. 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് UDF സർക്കാരിന്റെ നയപ്രഖ്യാപനത്തോടെ തുടക്കം. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ് നയപ്രഖ്യാപനം നടത്തിയത്. വമ്പൻ പ്രഖ്യാപനങ്ങളാണ് നയപ്രഖ്യാപനത്തിൽ ഗവർണർ നടത്തിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാൻ ധവളപത്രം ഇറക്കുമെന്നറിയിച്ചു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകുമെന്നും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. വനിതകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകും, കേരളത്തെ തുറമുഖ ഹബ്ബായി മാറ്റുമെന്നും പ്രഖ്യാപനമുണ്ടായി. കൃഷി ചെയ്യാനുള്ള ചെലവുകൾ കുറയ്ക്കാനും നടപടിയുണ്ടാകും. കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വ്യാപകമാക്കും. വനിതാ കർഷകരെ പ്രോത്സാഹിപ്പിക്കും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കും. ഓരോ കുടുംബത്തിനും വർഷം തോറും 25 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് എന്ന നിലയ്ക്കാണ് പദ്ധതി നടപ്പിലാക്കുക. ഇന്ദിരാ ഗ്യാരണ്ടിയുമായി മുന്നോട്ടു പോകും. യുവജനങ്ങൾക്ക് സംരംഭം ആരംഭിക്കാൻ 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ അനുവദിക്കും. സംസ്ഥാനത്ത് വയോജന വകുപ്പ് നടപ്പിലാക്കും. മണ്ണ് സംരക്ഷണത്തിന് പ്രത്യേക പോളിസി, സഹകരണ സംഘങ്ങൾക്ക് പ്രത്യേക സ്കീം, കേരളത്തെ സിനിമാ ഷൂട്ടിംഗ് ഡെസ്റ്റിനേഷനാക്കും. സമഗ്ര സിനിമാ നയവും രൂപീകരിക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസവും ആരംഭിക്കും. സീറോ ടോളറൻസ് ടു ഡ്രഗ്സ് എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം, ലഹരി നെറ്റ്വർക്കുകളെ തകർക്കും എന്നിങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളുമുണ്ടായി. സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കും. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും എന്നിങ്ങനെയും പ്രഖ്യാപനമുണ്ടായി. കേരളത്തെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സിനിമാ ചിത്രീകരണ കേന്ദ്രമാക്കി മാറ്റുന്നതിനായി സർക്കാർ സമഗ്ര സിനിമാ നയം രൂപീകരിക്കുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. അത്യാധുനികമായ ഒരു മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബ്ബും സർക്കാർ വികസിപ്പിക്കും. ആനിമേഷൻ, VFX മേഖലകളിലെ യുവ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതിനൊപ്പം 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഉറപ്പാക്കും. സംസ്ഥാനത്തുടനീളം സ്ഥിരം തിയേറ്ററുകൾ നിർമ്മിക്കാനും അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൂടുതൽ നഗരങ്ങളിലേക്ക് വ്യാപിപ്പിക്കുകയും ഡിജിറ്റൽ ആർട്ട് മ്യൂസിയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും. മൊബൈൽ മാവേലി സ്റ്റോറുകളും വിപുലീകരിക്കും. കേരളത്തിൽ ആഗോള നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തുടങ്ങും. സംസ്ഥാനത്ത് ആഗോള നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ആരംഭിക്കും. ജവഹർലാൽ നെഹ്റു സയന്റിഫിക് സെന്റർ ആരംഭിക്കും. സെമസ്റ്റർ ഇൻ കേരള എന്ന അക്കാദമിക് ടൂറിസം പദ്ധതിയും ആരംഭിക്കും. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി വിപുലമായ പദ്ധതികളും ഒരുക്കും. സംസ്ഥാനത്തെ ലോക നിലവാരമുള്ള സ്പോർട്സ് ഹബ്ബാക്കി മാറ്റാൻ അത്യാധുനിക പരിശീലന കേന്ദ്രങ്ങളും സ്ഥാപിക്കും. അസംഘടിത മേഖലയിലെ സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധി, പ്ലാന്റേഷൻ മേഖലയിലെ നിയന്ത്രണങ്ങളിൽ ശാസ്ത്രീയമായ മാറ്റങ്ങൾ വരുന്നതിനും പൊതുഭൂമി സംരക്ഷിക്കാനും വ്യവസായ വളർച്ച ഉറപ്പാക്കാനും പുതിയ ലാൻഡ് കമ്മീഷനെ നിയോഗിക്കും. കർഷകർക്ക് വ്യവസ്ഥകളില്ലാതെ പട്ടയം ഉറപ്പാക്കും. ബൈപ്പാസുകളെ 4 വരിപ്പാതകളാക്കി മാറ്റുന്നതിനൊപ്പം സംസ്ഥാനത്തെ എല്ലാ റോഡുകളും ഘട്ടങ്ങളാക്കി BM and BC നിലവാരത്തിലേക്ക് ഉയർത്തും. കേരളത്തിലെ വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 3 ദിവസം വരെ ആർത്തവാവധി നൽകും. പ്രൊജക്ട് മെൻസ്ട്രൽ ഡിഗ്നിറ്റിയുടെ ഭാഗമായാണ് പ്രഖ്യാപനം. അതിഥി തൊഴിലാളികൾക്ക് രജിസ്ട്രേഷന് പ്രത്യേകം പോർട്ടൽ രൂപീകരിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനു വേണ്ടി ഗൂഢനീക്കം നടക്കുന്നതായി മുൻ മന്ത്രിയും CPM നേതാവുമായ വി ശിവൻകുട്ടി. കേരള സിലബസ് കാലഹരണപ്പെട്ടതാണെന്നും അടിമുടി മാറ്റണമെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരവും വസ്തുതാവിരുദ്ധമാണെന്നും ശിവൻകുട്ടി കൂട്ടിച്ചേർത്തു. ഇപ്പോൾ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢനീക്കം നടക്കുകയാണ്. കേരള സിലബസ് കാലഹരണപ്പെട്ടതാണെന്നും അത് അടിമുടി മാറ്റണമെന്നും ഉള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശന്റെ പ്രസ്താവന അങ്ങേയറ്റം നിർഭാഗ്യകരവും വസ്തുതകൾക്ക് നിരക്കാത്തതുമാണ്. കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല
ചരിത്രപരമായ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. നിർത്തിയിട്ട ഇരുചക്ര വാഹനത്തിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ കുറ്റ്യാട്ടൂർ പാവന്നൂർ കടവ് പള്ളിക്ക് സമീപമാണ് അപകടം. കുറ്റിക്കുന്നുമ്മൽ മുഹമ്മദ് സാജിദ് മൈമൂനത്ത് ദമ്പതികളുടെ മകൾ തഷ്രീഫായാണ് മരിച്ചത്. നിർത്തിയിട്ട ഇരുചക്രവാഹനത്തിൽ പിക്കപ്പ് വാൻ ഇടിച്ചു കയറി 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. കണ്ണൂർ കുറ്റ്യാട്ടൂർ പാവന്നൂർ കടവ് പള്ളിക്ക് സമീപമാണ് അപകടം നടന്നത്. കുറ്റിക്കുന്നുമ്മേൽ മുഹമ്മദ് സാജിദ് മൈമൂനത്ത് ദമ്പതികളുടെ മകൾ തഷ്രീഫയാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സാജിദും മൈമൂനത്തും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ രാത്രിയിലായിരുന്നു നാടിനെ വേദനയിലാഴ്ത്തിയ അപകടം നടന്നത്. റോഡരികിൽ നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിൽ മാതാപിതാക്കൾക്കൊപ്പം ഇരിക്കുകയായിരുന്നു തഷ്രീഫ. നിയന്ത്രണം വിട്ടെത്തിയ പിക്കപ്പ് വാൻ സ്കൂട്ടറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ ദമ്പതികൾക്കും ഗുരുതര പരിക്കേറ്റു. പാവന്നൂർ ALP സ്കൂളിൽ LKG വിദ്യാർത്ഥിയായി തഷ്രീഫയെ ഈ വർഷം ചേർത്തിരുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് സ്കൂളിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കുരുന്നിനെ മരണം തട്ടിയെടുത്തത്. പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചെടുത്ത് മുങ്ങിയ വിരുദ്ധൻ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങി. ജനവാസ മേഖലയിൽ ഭക്ഷണം തേടിയെത്തിയ കാട്ടുകൊമ്പന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വയനാട് പുൽപ്പള്ളിയിലാണ് സംഭവം. പ്ലാവിൽ നിന്ന് ചക്ക പറിച്ചെടുത്ത് മുങ്ങിയ വിരുദ്ധൻ നിരീക്ഷണ ക്യാമറയിൽ കുടുങ്ങി. ഭക്ഷണം തേടിയെത്തിയ കാട്ടുകൊമ്പന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. വയനാട് പുൽപ്പള്ളിയിലാണ് സംഭവം. ജനവാസ മേഖലയിലെ പറമ്പിൽ നിന്നും ചക്ക പറിച്ചെടുത്ത് തുമ്പിക്കൈയിൽ സുരക്ഷിതമാക്കി റോഡിലൂടെ നടന്നു നീങ്ങുന്ന കാട്ടാനയുടെ ദൃശ്യങ്ങളാണ് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞത്. മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങുന്നത് പ്രദേശവാസികളിൽ ആശങ്കയും ഭീതിയും സൃഷ്ടിക്കുകയാണ്. കാട്ടാന ശല്യം അവസാനിപ്പിക്കാൻ ശാശ്വത നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. കരിങ്കൽ കോറിക്കുളത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വടക്കാഞ്ചേരി മാരാത്തുകുന്നത്തെ പഴയ കരിങ്കൽ കോറിക്കുളത്തിലാണ് പ്രദേശവാസിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കരിങ്കൽ ക്വാറിക്കുളത്തിൽ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വടക്കാഞ്ചേരി മാരാത്തുകുന്നത്തെ പഴയ കരിങ്കൽ ക്വാറിക്കുളത്തിലാണ് പ്രദേശവാസിയായ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 48 വയസ്സുള്ള സുമതിയാണ് മരിച്ചത്. ഇന്ന് രാവിലെ സുമതി വീടിന് സമീപം തുണികൾ അലക്കുന്നത് അയൽവാസികൾ കണ്ടിരുന്നു. പിന്നീട് യുവതിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിനെ തുടർന്നാണ് കുളത്തിൽ മൃതദേഹം പൊന്തിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വടക്കാഞ്ചേരിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തിയാണ് മൃതദേഹം കുളത്തിൽ നിന്നും പുറത്തെടുത്തത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തുടർന്നും വിശദമായ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണമുഖം.